ആറ്റിങ്ങൽ പാർലമെന്റ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. റഷ്യയിലെ പുടിനെ പോലെ ഏകാധിപതിയാകാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദിയെന്നും ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ ജനം കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പാർലമെന്റിനകത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താനുള്ള പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു ശ്രീ അടൂർ പ്രകാശ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുകയും കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയും ആറ്റിങ്ങൽ പാർലമെന്റിന്റെ പുരോഗതിക്ക് വേണ്ടിയും അക്ഷീണം യത്നിച്ചിട്ടുള്ള അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ MP ഫണ്ട് ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം. മുഴുവൻ ഉപയോഗിച്ച ആളാണ്. കാരണം ഒരു ഭരണാധികാരിയായ മന്ത്രിയായിരുന്നത് കൊണ്ട് ഭരണരംഗത്തെ അദ്ദേഹത്തിന്റെ നൈപുണ്യം അത് MP ഫണ്ട് വിനിയോഗത്തിലും പ്രകടമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ആറ്റിങ്ങലിന്റെ വികസനത്തിന് വേണ്ടി മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത പുരോഗതിയും വളർച്ചയും 5 വർഷക്കാലം കൊണ്ടുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോവിഡ് ആയത് കാരണം 3 വർഷം MP ഫണ്ട് ഇല്ലായിരുന്നു. പക്ഷേ ഉള്ള ഫണ്ടുകൾ മുഴുവൻ കൃത്യമായി ചെലവഴിക്കാനും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതരത്വത്തിന് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളിയാണ്. BJPയും RSSും രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, ഹിന്ദുവും മുസൽമാനും തമ്മിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് രാജ്യത്തെ തകർക്കാനായി ശ്രമിക്കുന്നു. BJPക്ക് ഇനിയും ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന് കേന്ദ്രമന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത, റിട്ടയർ ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത, 52 ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തൊരു ഗവൺമെന്റാണ്. തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് 1 മാസത്തെ നക്കാപ്പിച്ച പോലെ കൊടുക്കുകയാണ്. മാർച്ച് 31 കഴിഞ്ഞാൽ വീണ്ടും കടമെടുക്കാം, വേണേ ഒരു 2 മാസത്തെ കൂടെ കൊടുക്കും. അപ്പോഴും 8 മാസത്തെ കുടിശ്ശികയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ജനവിരുദ്ധമായ ഗവൺമെന്റാണ് ഇടതുമുന്നണി ഗവൺമെന്റ്. എങ്ങനെ ആളുകൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും? അപ്പൊ അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ 2 ഭരണാധികാരികൾക്കുമെതിരെയുള്ള ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുന്നു. അതിന് അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരം യുക്തിപൂർവ്വം വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ 3 വർഷം MP ഫണ്ട് വെട്ടിക്കുറച്ചു. പക്ഷേ കിട്ടിയ ഫണ്ട് മുഴുവൻ മണ്ഡലത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരു സമ്പൂർണ്ണ പാർലമെന്റേറിയനാണ് അടൂർ പ്രകാശ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആറ്റിങ്ങൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വർക്കല കഹാർ, മുൻ MP പീതാംബരക്കുറുപ്പ്, G സുബോധൻ, RSP നേതാവ് യറവൂർ പ്രസന്നകുമാർ, കോൺഗ്രസ് മഹിളാ കോൺഗ്രസ്, UDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.